എന്നാൽ ഒരുപക്ഷെ അവളുടെ സമയം മോശമായതായിരിക്കാം. രാവിലെ ആയതോടുകൂടി മഴ വളരെ ശക്തമായി. മഴയോടൊപ്പം ശക്തമായ കാറ്റും വീശുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ റാണിയുടെ കൂടിന്റെ മേൽക്കൂര പറന്നുപോയി. അമ്മ, ഇതെന്താണ് പറ്റിയത്? നമ്മുടെ കൂടിന്റെ മേൽക്കൂര കൊടുങ്കാറ്റിൽ പറന്നുപോയി. മഴവെള്ളം അകത്ത് മുഴുവൻ നിറയുകയാണ്. ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്തതിനുള്ള വില കൊടുക്കേണ്ട സമയമായി. ഇപ്പോൾ മനസ്സിലായോ അമ്മ പറയുന്നത് കേൾക്കാതിരിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന്? അമ്മ, വളരെ ശക്തമായ മഴയാണ്. ഞാൻ ഒരുപാട് നനഞ്ഞു. എനിക്ക് തണുക്കുന്നു. എന്തെങ്കിലും ചെയ്യൂ. വരൂ, ഏതെങ്കിലും മരത്തിന്റെ കൊമ്പിൽ ഒളിച്ച് മഴയിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കാം. റാണിയും അവളുടെ 2 മക്കളും തന്റെ കൂട്ടിൽ നിന്നിറങ്ങി മരത്തിന്റെ ഒരു ഇടതൂർന്ന ശാഖയുടെ ഇടയിൽ ഒളിച്ചിരുന്ന് സ്വയം രക്ഷിക്കാൻ ശ്രമിച്ചു. അപ്പോൾ മിട്ടു അമ്മായി തന്റെ വീടിന്റെ ജനലിൽ കൂടി റാണിയും സോനുവും മോനുവും മഴയിൽ ബുദ്ധിമുട്ടുന്നത് കണ്ടു. ഏയ് റാണി, കൊടുങ്കാറ്റ് വന്നിരിക്കുന്നു. മഴയത്ത് നീ മരത്തിൽ എന്ത് ചെയ്യുകയാണ്? പോയി തന്റെ കൂട്ടിൽ പോയിരിക്കെ. എന്നിട്ട് വാതിലും ജനലും ഒക്കെ നന്നായി അടച്ചിടണം.